അങ്ങനെ കാത്തിരുന്ന ഖലീഫ ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1 ഇയർ മുമ്പ് ഈ ഒരു പടത്തിന് ഒരു ടീസർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മെയിൻ അപ്ഡേറ്റ് എന്ന് പറയാൻ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ ഒരു ഫസ്റ്റ് സിംഗിൾ മാത്രമായിരുന്നു. അതുവരെ ഈ ഒരു പടത്തിൻ്റെ ഹൈപ്പ് പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത് പൃഥ്വിരാജാണ്. കാരണം പൃഥ്വിരാജിൻ്റെ യങ് ഏജിലുള്ള കുറച്ച് ലൊക്കേഷൻ സ്റ്റൈൽ ഇറക്കി വിട്ടതോടുകൂടി തന്നെ പടത്തിന് കിട്ടിയ ഹൈപ്പ് ചെറുതൊന്നുമല്ല. അന്ന് മുതൽ തുടങ്ങിയ ഹൈപ്പ് ഐ ആം ഗെയിമിൻ്റെ റിലീസ് വെച്ചപ്പോൾ പോലും താന്നിട്ടില്ല. ആ ലെവലിലായിരുന്നു ഈ ഒരു പടത്തിൻ്റെ പീക്ക് ഹൈപ്പിലോട്ട് ഈ ഒരു പടത്തെ പൃഥ്വിരാജിൻ്റെ സ്റ്റിൽസ് മാത്രം കൊണ്ടുപോയിട്ടുള്ളത്. ഈ ഒരു പടത്തിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പടത്തിന് 100ഉം 200ഉം വേണമെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് വരെ അടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഈ പടത്തിലൊരു ഹെൽത്ത് ഫാക്ടറിൻ്റെ ഒരു വലിയൊരു ക്യാമിയോ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് പെർഫെക്റ്റായിട്ട് അടിക്കണം. പിന്നെ ഈ ഒരു പടത്തിൽ കുറച്ച് സർപ്രൈസുകളൊക്കെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ അടിച്ച് കിടിലൻ റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ഇത്തവണത്തെ ഓണം വിന്നർ സുഖമായിട്ട് പൃഥ്വിരാജിൻ്റെ ഈ ഒരു പടത്തിനാകാം. പക്ഷേ ഇതൊക്കെ തെറ്റിയാലും പ്രശ്നമാണ്. കാരണം എതിർവശത്ത് നിവിൻ്റെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രമാണ്. നിവിൻ്റെ സേഫ് സോണും പുള്ളിയുടെ ഹോൾഡ് എന്താണെന്ന് കാണിക്കാൻ പറ്റിയിട്ടുള്ള ടൈമും കൂടെയാണ്. എന്തായാലും പടത്തിലെ ട്രെയിലർ റിലീസ് ഡേറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 16 ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങാൻ പോകുന്നത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ വരുമെന്ന്. കാരണം ഇപ്പോൾ തന്നെ ഉള്ള വലിയൊരു ഹൈപ്പ് ഉണ്ട്. ഇനി ട്രെയിലറും കൂടെ വന്നാൽ അതിൽ ഇരട്ടി ഹൈപ്പ് ആകത്തേ ഉള്ളൂ. അത് നല്ലതാണ് പടത്തിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ ആയാലും. എന്തായാലും ഈ ഒരു പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിനായി കാത്തിരിക്കുക.